പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. അവിടെ ഈ പട്ടത്ത് ഓട്ടോയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചു എന്നുള്ളതാണ്. ഓട്ടോയും ബൈക്കും കാറും കൂട്ടിയിടിച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. ഓട്ടോയിലുണ്ടായിരുന്ന മങ്കാട്ടുകടവ് സ്വദേശി ശിവകുമാറാണ് മരിച്ചത്. അർജുൻ രാജുണ്ട് വിവരങ്ങളുമായി. അർജുൻ, സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? നിലവിലെ സാഹചര്യം എന്താണ്? സേതു, വലിയ അപകടമാണ് ഇന്ന് പുലർച്ചെ പട്ടത്ത് ഉണ്ടായത്. 3:30 കൂടിയാണ് കാറും ഓട്ടോറിക്ഷയും ഒരു സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചത്. ഈ ഓട്ടോ പൂർണ്ണമായും കത്തി നശിച്ചു. ഓട്ടോയിലുണ്ടായിരുന്ന ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാങ്കോട്ടുകടവ് സ്വദേശി സുനി ആണ് മരിച്ചത്. 40 വയസ്സാണ് പ്രായം. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു കാറും ഒരു സ്കൂട്ടറും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ അപകടത്തിനിടയാക്കിയെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു പൂർണ്ണമായിട്ടുള്ള വ്യക്തത വന്നിട്ടില്ല. കാറിന്റെ അമിത വേഗതയാണെന്ന തരത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായി സംശയിക്കുന്നത്. കാറ് അമിത വേഗതയിലെത്തി ഈ സ്കൂട്ടറിലും ഒപ്പം ഓട്ടോറിക്ഷയിലും ഇടിക്കുകയാണെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ആ സ്കൂട്ടറും അപകടത്തിൽപ്പെട്ടു. സ്കൂട്ടറിൽ 2 പേരുണ്ടായിരുന്നു. അവരെയും പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ കാറ്, അപകടത്തിനിടയാക്കിയ കാറാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ കാറിന്റെ വേഗതയാണ് ഈ അപകടത്തിനിടയാക്കിയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി സംശയിക്കുന്നത്. കാറിന്റെ ഒരു വശത്ത് ഈ തരത്തിൽ ഈ അപകടം പറ്റിയതിന്റെ തെളിവുകൾ കാണാൻ കഴിയും. ഒരു വശത്ത് ഏകദേശം ഉരഞ്ഞു പോയതിന്റെ ദൃശ്യങ്ങളാണ് അതിലുള്ളത്. ഈ കാറിൽ ഒരാളാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അയാളെയും പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 4 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ 3:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരേ ദിശയിൽ വന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗൗരവം. ചേട്ടാ, ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. എന്താ, എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്? അത് ഈ കാറ് വന്ന് ഓട്ടോയിൽ ഇടിച്ചെന്നാണ് പറയണത്. എന്താണെന്ന് അറിയില്ല. കാറ് അമിത വേഗതയിലാണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. കാർ ഇങ്ങനെ 2-3 പ്രാവശ്യം മറിഞ്ഞു. ഓട്ടോറിക്ഷ ഈ കാറ് മറിഞ്ഞ് ടെസ്റ്റ് ചെയ്താണ് ഇങ്ങ് വന്നത്. അങ്ങനെയാണ് പുലർച്ചെ. അതുകൊണ്ട് തന്നെ അത്ര ആളുകൾ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് സംബന്ധിച്ച് സംശയമുണ്ട്. കാറ് പലവട്ടം മറിഞ്ഞെന്ന് അവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടൻ. പിന്നീട് ആളുകൾ പറഞ്ഞത് മനസ്സിലാക്കിയാണ് പറയുന്നതാണ്. ചേട്ടാ, ഈ സമയത്ത് ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ എപ്പോഴും അറിയില്ല. കാരണം ശരി അർജുൻ, അർജുനിലേക്ക് മടങ്ങിയെത്താം.